ഫസ്റ്റ് ഏതാ? അപ്പോൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് ഇൻകേർഡ്, കുഴപ്പമില്ലല്ലോ. അടുത്ത മാനുഫാക്ചറിങ് ഓവർഹെഡ് അപ്ലൈഡ്. അപ്ലൈഡ് തന്നെയാണ് എന്ത്? അബ്സോർബ്ഡ്. 3,65,904. നമുക്ക് രസം പറഞ്ഞിട്ടെ, മുകളിലുള്ള പോലെ ഈ ഒരു ഓവർഹെഡ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ എമൗണ്ട് 4,26,544 എവിടെ എഴുതുന്നുണ്ട്? 20,000 ഭാഗത്ത് അല്ലടാ. ഓവർഹെഡ് ആക്ച്വലി ഇൻകോഡ് അല്ലേ? 4,26,544. അബ്സോർബ്ഡ് അല്ലേ ഇത് അല്ലേ? എത്രയാ? 3,65,904. ഇവിടെ എന്താ, ഓവർ ആണോ അണ്ടർ ആണോ? അണ്ടർ അബ്സോർപ്ഷൻ. ക്ലിയർ ആ ഡിഫറൻസ്? അണ്ടർ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യും. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് ചെയ്യാൻ നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഇവരെന്ത് തന്നുണ്ട്? വർക്കിംഗ് പ്രോഗ്രസിന്റെയും ഫിനിഷ്ഡിന്റെ ഒക്കെ നേരത്തെ 3 സാധനം തന്നിട്ട് ഇത് ഓൾറെഡി നമ്മൾ കണ്ടില്ലല്ലേ? പക്ഷെ ഇവിടെ പ്രത്യേകത എന്താ? എന്താ തന്നിട്ടുള്ളത്? യൂണിറ്റ് അല്ല, ഏതാ? റുപ്പീസ് ആണ്. കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാം. നത്തിങ് ഗ്രേറ്റ്. ഇതിന്റെ പ്രൊപ്പോർഷനേറ്റ് എടുത്താൽ മതി. ഓക്കെ ആണോ? ചോദ്യം ഇതാണ്. Give 2 methods for disposal of the under absorption overhead and show the profit implication of the method. 2 മെത്തേഡ് ഒരു ഉദ്ദേശം എന്തൊക്കെ അറിയില്ല. 2 അല്ലല്ലോ, 3 ഉള്ളത്. ഓക്കെ അല്ലേ? യെസ്, 2 അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട. ആയിക്കോട്ടെ, പറഞ്ഞു കൊടുക്കാം. ഓക്കെ അല്ലേ? വീണ്ടും ഇതേ അതന്നെ. DP ഏതാ? 28. നമ്മൾ ഒരുമിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, എഴുതിക്കോളൂ. DP 28. ക്ലിയർ? സ്റ്റെപ്പ് ഏതാ? 1. എക്സ്ക്യൂസ് മീ, സ്റ്റെപ്പ് 1. കമ്പ്യൂട്ടേഷൻ ഓഫ് ഓവർ ഓർ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. DP ഏതാന്നൊക്കെ ചോദിക്കണല്ലേ? തലക്കൊന്നും കൊടുത്ത് ഏതാ ചോദിച്ചാൽ നമുക്ക് ആരെ ചോദിച്ച് പറയും. സത്യം പറയും. ഓളാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ചാനല്ലേ? അല്ലേ? എന്നല്ലോ പേര്? മർജാനാല ഋഷിജാൻ. വേണ്ട, അതൊന്നുമില്ല. ആക്ച്വൽ ഞാൻ എന്നെ കളി വെക്കുമ്പോൾ എൻ്റെ ട്രിക്കാണ്. ഒഴിവാക്കാം, വേണ്ട. 4,26,544. അബ്സോർബ്ഡ് എത്രയാ? ഇതൊക്കെ എഴുതിയിട്ട് പറഞ്ഞ് എന്നിട്ടും പറയില്ല. 3,65,904. അപ്പോൾ അണ്ടർ ആണോ ഓവർ ആണോ? അണ്ടർ അബ്സോർബ്ഡ്. ഒരുമിച്ച് എഴുതുമെന്ന് പറഞ്ഞു കേട്ടാ. ഇങ്ങനെ കാത്ത് പൊട്ടൻ ബിസ്ക്കറ്റ് അടിയിൽ ഇരിക്കണ്ട, എഴുതി കൂടെ. എത്ര പേരും ഡിഫറൻസ് ഉണ്ടോ? പറയടാ. 6,06,000. 60,640. തീരുമാനമായ 6,06,000. നമ്മുടെ ക്വസ്റ്റ്യനിലെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് വായിച്ച ഗിവ് വൈക്ക് 2 മെത്തേഡ് ഫോർ ഡിസ്പോസ്. 2 മെത്തേഡ് അവർ പറഞ്ഞ് അതിന്റെ മീനിങ് 2 ഉള്ളൂ എന്ന് അങ്ങനെ വിചാരിക്കണ്ടല്ലോ. നമുക്കിപ്പോ എന്താ എഴുതി വെക്കാം? 3 അല്ലേ? അടിയിൽ എഴുതി വെക്കാം. There are 3 methods. There are 3 methods to treat the above under absorption of overhead. The above under absorption of overhead. Under absorption of overhead. Number 1, transferred to costing P&L account. Entry in the under entry in the costing P&L account debtor to factor
ഫാക്ടറി പറഞ്ഞ എങ്ങനെയാണ് അക്കൗണ്ട്? ഫാക്ടറി, ഓവർ ഹെഡ്, ലെഡ്ജർ, കൺട്രോൾ അക്കൗണ്ട്. മക്കളെ അതിൽ കുറച്ച് ആശ്വാസം വരണം, ഒന്ന് പേഷ്യൻസ് വരണം. ഇതെന്താന്ന് പഠിക്കാൻ ഈ അക്കൗണ്ട് കേട്ടോ. കാരണം അടുത്ത ചാപ്റ്റർ മൊത്തം ഇത് തന്നെയാണ്, പൊളിച്ചടക്കം. നമ്പർ ഏതാണ്? 2. 640 അല്ല, ഒരു വട്ടം 2 വട്ടം 3 വട്ടം ഓർമ്മിച്ച്. അടുത്ത ട്രാൻസ്ഫേർഡ് ടു എവിടേക്കാ? നെക്സ്റ്റ് ഇയർ അല്ലേ? രണ്ടാമത്തെ മെത്തേഡ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ഇയർ. ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാരി, ട്രാൻസ്ഫർ നല്ലത്, ക്യാരി ഫോർവേഡ് എന്നുണ്ടാവും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, പക്ഷെ അതിൻ്റെ ടേം എന്താണ്? ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ചിലവരിങ്ങനെ തെറ്റി എഴുതിയിട്ട് തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കരുത്, കാരണം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചുള്ളല്ലേ. ഓക്കെ അല്ലേ? കൊണ്ടാവും ചങ്ങായി ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്കും ചോദിക്കാലോ ക്യാരി ഫോർവേഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചത്. ഞാൻ ഇടയ്ക്കാന്ന് വെച്ച് ടെസ്റ്റ് ചെയ്യണം. പോട്ടെ, പോയി എഴുന്നേ. അടുത്ത യൂസ് സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ്. യൂസ് സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ്. ഓക്കെ അല്ലേ? അത് ചെയ്യല്ലേ? സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ് കാണാൻ ആദ്യം 5 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയാ? സ്റ്റാൻഡപ്പ് ആൻഡ് സ്റ്റേ ലൗഡ്ലി. നമ്പർ 1, യെസ്, അണ്ടർ ഓവർ നോക്കി ക്വസ്റ്റ്യൻ. സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 1 അവിടെ കണ്ടെത്തിയല്ലേ അല്ലേ? ഇനി അത് ചെയ്യണോ? വേണ്ട. സ്റ്റെപ്പ് 2 മുതൽ ചെയ്യാം അല്ലേ? സ്റ്റെപ്പ് 2 ആദ്യം പറയുന്ന പോലെ നമ്മൾ ചെയ്യും. പറയും ഈക്വലൻ യൂണിറ്റ്, ടോട്ടൽ ഏതാ? ഈക്വലൻ യൂണിറ്റ്. ഇവിടെ നമ്മൾ യൂണിറ്റ് അല്ല, ടോട്ടൽ ഈക്വലിന്റെ ഏതാണ്? റുപ്പീസ് ആണ് കാണുന്നത്. കുഴപ്പമില്ലല്ലോ. ഏതിൻ്റെയൊക്കെ റുപ്പീസ് ആഡ് ചെയ്തോളൂ? വർക്ക് ഇൻ പ്രോഗ്രസും പ്ലസ് ഫിനിഷ്ഡ് ഗുഡ്സും പ്ലസ് ഏതാ? പറയൂ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ അല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എത്ര പറയും? എത്രയാണ് അതിലെ വർക്ക് ഇൻ പ്രോഗ്രസ്? എത്ര ഇടാൻ പറയും? 1,480,000. ഓക്കെ, അടുത്ത് പ്ലസ് 2,30,732 പ്ലസ് 8,40,588. ആകെ മൊത്തം ടോട്ടൽ എത്ര വരും? സിമ്പിൾ. ഓക്കെ അല്ലേ? ആദ്യം അടുത്ത സ്റ്റെപ്പ് എന്താണ് നീ പറയും? ഗ്രേറ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് സപ്ലിമെന്ററി ഓവർഹെഡ് റേറ്റ്. കാണാനുള്ള ഇക്വേഷൻ എന്താ? അണ്ടർ അബ്സോർപ്ഷൻ ചെയ്ത ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഏതാണ്? ബേസ്. ഇവിടുത്തെ ബേസ് ടോട്ടൽ ഏതാണ്? ഈക്വലൻ യൂണിറ്റ് ഇൻ റുപ്പീസ്. അപ്പൊ അണ്ടർ അബ്സോർപ്ഷൻ ചെയ്തുള്ള എമൗണ്ട് എത്രയാണ്? 60,640. മറ്റേ 12,12,800. അപ്പൊ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, യൂണിറ്റ് ആണെങ്കിലാണ് ഡിവൈഡഡ് ബൈ ചെയ്ത് ഇടണ്ടുള്ളൂ. ഇവിടെ റുപ്പീസ് ആയതുകൊണ്ട് എത്ര പെർസെൻറ്റേജിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. എത്ര വരും പെർസെൻറ്റേജ്? 5%. ഗ്രേറ്റ്. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ഏതാ? അതിലെ പറയും 4. എന്താ? ചാർജിങ് സപ്ലിമെന്ററി റേറ്റ്. ഏതിന്റെ മുകളിലൊക്കെ ചാർജ് ചെയ്യേണ്ടത്? നമ്പർ 1 ഏതാ? വർക്ക് ഇൻ പ്രോഗ്രസ്. ആദ്യം തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. അതിന്റെ എമൗണ്ട് അറിയാം. എത്രയാ? 1,41,480 5%. എത്ര വരും? 70,74. ഓക്കെ. രണ്ടാമത്തെ ഏതാണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതിന്റെ എമൗണ്ട് എത്രയാണ്? 2,30,732 ഇൻറ്റു 5%. എത്ര വരും? 11,537. അടുത്ത മൂന്നാമത്തെ ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എത്ര എമൗണ്ട്? 4,80,588 5%. എത്ര വരും? 42,029 അല്ലേ? സോറി 8,40,588. എന്തായാലും ആൻസർ ഇതല്ലേ? ടോട്ടൽ എത്ര വരും? 60,640. ഓക്കെ അല്ലേ? ഗ്രേറ്റ്.
സ്റ്റെപ്പ് ഏതടുത്ത് 5. ഒരു ചാനലിൻ്റെ കൂടെ പാസ് ചെയ്യണ്ടേ? ഞാൻ പറയണോ? ഇതിനൊക്കെ ഡെബിറ്റ് ചെയ്യുക ടു കോസ്റ്റ് പിയറിൽ. വർക്ക് ഇൻ പ്രോഗ്രസ്, കൺട്രോൾ അക്കൗണ്ട്, 10 കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണം? കൺട്രോൾ അക്കൗണ്ട് ഡെപ്റ്റർ, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ്, കൺട്രോൾ അക്കൗണ്ട് ഡെപ്റ്റർ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഏതാണ്? ടു ഫാക്ടറി ഓവർ ഹെഡ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്. 70, 74, 11, 537, 40, 2029, ടോട്ടൽ 60, 604. ഓക്കെ അല്ലേ? ഒരു വെറൈറ്റിയാണ്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ട്. എക്സാമിന് നമ്മുടെ മുൻകാലങ്ങളിൽ ചോദിച്ചത് ഇതേപോലെയാണ്. എങ്ങനെയല്ല, യൂണിറ്റ് വെച്ചിട്ടുള്ളത് കുറവായിരിക്കും. ഇതാണ് പലതും കണ്ടത്. ഓക്കെ, അപ്പോൾ അതൊന്നും പ്രത്യേകം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാം അങ്ങനെ വേണം.